ഹായ് ഫ്രണ്ട്സ്, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ലിറ്ററേച്ചറിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പോയത്തിൽ ഒരു വരി വായിക്കുമ്പോൾ അയാൾക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും, ഇതിൻ്റെ അർത്ഥം ഇതാണെന്നുള്ളത്. അതേ അർത്ഥമായിരിക്കണം എന്നില്ല മറ്റൊരാൾ ആ പോയം വായിക്കുമ്പോൾ അയാൾക്ക് തോന്നേണ്ടത്. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാം, ആൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതും ചേഞ്ച് ആവും. അതാണ് ഈ പോയത്തിൻ്റെ കേസിൽ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കപ്പോൾ ഈ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, നിങ്ങൾ ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ബ്ലാക്ക് ഹണിയെ ഗ്രീഡുമായിട്ട് എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിതിലൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിനെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ലൈക്ക് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഇതായിരുന്നു. അതായത് അവിടെയുള്ള കുറേ ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തികളുടെ ഫലമായിട്ടാണ് ആ ഒരു പ്രിസണിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ജീവൻ മുഴുവനായി നഷ്ടപ്പെട്ടത്. അവിടെ ജീവനുള്ള ആളോ ജീവനുള്ളൊരു വസ്തു പോലും ഇല്ലെന്ന് ഈ പോയത്തിൽ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അവിടെ ജീവനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ആ ഹണി അവിടെ ജീവനെ തേടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ജീവനില്ല, ഇല്ലാത്തൊരു സാധനത്തിനല്ലേ നമുക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ ബ്ലാക്ക് ഹണിയെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഈ കമൻറ്റിൽ പറയുന്നത് ശരിയാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധനത്തിന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമല്ല, നമുക്ക് രണ്ട് തരത്തിലും ചിന്തിക്കാം. ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. ഗ്രീഡിൻ്റെ ഫലമാണ് അവിടെ ജീവനില്ലാത്ത ഒരവസ്ഥ വന്നത്. സോ അവിടെ ആംഗ്രി ബി ലൈഫിനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിനും ഇറ്റ് ജസ്റ്റ് മേക്ക് സെൻസ്, റൈറ്റ്? ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് കൊണ്ടിട്ട് ഇത് ശരിയാണ് എന്നൊരർത്ഥമില്ല. ലിറ്ററേച്ചറിൽ എല്ലാവരും ശരിയാണ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്.